ഞായറാഴ്ച ഞാനൊരു പൊതുസമ്മേളനം വിളിക്കുന്നുണ്ട് നിലമ്പൂർ. പൊളിറ്റിക്കൽ നമ്മളെ ജനങ്ങളോട് ഇത് പറയണല്ലോ. ആ ജനങ്ങളാണ് ഈ 3 അക്ഷരം കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അത് ഈ ജനങ്ങളും പാർട്ടി തന്ന അംഗീകാരമാണ്. അപ്പോൾ ഞാൻ ഈ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ജനങ്ങളോട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പറയും. ഒരു മിനിറ്റ്, ഒരു സാധു കുറേ നേരമായി ഇവിടെ. അല്ലല്ല, അത് അന്ന് ADGP സാജൻ സ്കറിയ വിഷയത്തിൽ ADGPയും എന്താ പറയുക അജിത് കുമാറും ഈ ചങ്ങാതി എന്താണ് പി ശശി, ഇവർ രണ്ടും കൂടി ഇത് അട്ടിമറിച്ച ആ രൂപ ഞാൻ CM-ന് വിവരിച്ചു കൊടുത്താണ്. ഡൽഹിയിൽ ഇവർ രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത്. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു നിസ്സഹായാവസ്ഥ. നമ്മളത് ടീ പാർട്ടിയാണ്. ചായണ്ട വരിക ടീ പാർട്ടി. അല്ല, ഞാനിങ്ങനെ ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് തോന്നുന്നില്ല ഞാൻ ഭയങ്കര ഫ്രീ ആട്ടോ. സത്യത്തിൽ CM ആ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നവരെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. കാരണം എൻ്റെ ക്യാപ്റ്റൻ അദ്ദേഹമാണല്ലോ. അദ്ദേഹം ആൾറെഡി ഹാൻഡിക്യാപ്ഡാണ്, ക്യാപ്റ്റനാണ്. അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടായിരുന്നു ഞാൻ നിങ്ങളോട് ഈ മുഴുവൻ സമരം ചെയ്തിരുന്നത്. എൻ്റെ കൈ രണ്ടും ബന്ധിതമായിരുന്നു. കാരണം ഈ സാധുവിനൊന്നും പറ്റരുത്, എന്നാൽ പി ശശി തെറിക്കണം, പോലീസിലെ ഈ സംവിധാനം മാറണം, പാവപ്പെട്ട സഖാക്കൾക്ക് പൊതുസമൂഹത്തിന് നാട്ടിൽ നടക്കാനുള്ള അവസ്ഥ ഉണ്ടാകണം, എന്നാൽ ഈ സാധുവിനൊന്നും പറ്റരുത്. ഞാൻ അദ്ദേഹത്തെ വാരിപ്പുണർന്ന് രക്ഷിച്ചാൽ പോയിരുന്നത്. ഞാനും വിചാരിച്ചു അത് തന്നെയാണ്. പക്ഷേ അതങ്ങോട്ട് വിട്ടപ്പോണ്ടല്ലോ ഇങ്ങനെ പറക്കണ ഞാൻ ഭൂമി കൂടെ. എനിക്ക് ഫ്ലൈങ് കിട്ടൂലല്ലോ. ആ തമാശ കണ്ടില്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഇവരുടെ നെക്സസിന്റെ കോലം. ഇവിടെ ഒരു സാധു ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് TV അൻവറിനെ ഞങ്ങൾ ലീഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കുറേ ലീഗുകാർ കൈയടിച്ച്, മനസ്സിലായോ, അൻവറാക്ക് പറ്റെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ മനസ്സിലായോ? അപ്പോൾ അവിടുന്ന് ലീഗിന്റെ വലിയൊരു നേതാവ് അൻവറിനെ ഞങ്ങൾ എടുക്കൂല. അപ്പോൾ ലീഗ് തട്ടിയോ? അപ്പോൾ അപ്പുറത്ത് കോൺഗ്രസ്, കാര്യം എന്തായാലും പഴയ കോൺഗ്രസ് അല്ലേ, അൻവറാക്കിനെ ഞങ്ങൾ സ്വീകരിക്കും. അപ്പോൾ ഹസൻ സാഹിബ് എവിടുന്ന് തിരുവനന്തപുരത്ത് അൻവറിന് ഒരു കാരണവശാലും കോൺഗ്രസ് കളിപ്പിക്കില്ല. അപ്പോൾ കോൺഗ്രസും തട്ടി, ഇവിടെ CPM-ഉം തട്ടു. അല്ല, അപ്പം ഈ സാധു അങ്ങോട്ടാ പോവാ? മനസ്സിലായ? ഒരു മിനിറ്റ്, ഇതാണ് നെക്സസ്. ദാറ്റ് ഈസ് ആൾസോ അനദർ ഓപ്പറേഷൻ. ഒരു കാര്യം ഒരു മനസ്സിലായില്ല. ഞാൻ ഈ പറയുന്ന ഒരാളുടെ ഊരമലല്ല ഞാൻ ഇരിക്കുന്നത്, മനസ്സിലായില്ല? ആ ഊര കണ്ടിട്ടല്ല ഞാൻ നടക്കുന്നത്. ഞാൻ ഈ നാട്ടിലെ സാധാരണ മനുഷ്യരെയും ഈ സഖാക്കളെയും കണ്ടിട്ടാണ് നടക്കുന്നത്. അപ്പം അതിൽ ഏത് ഊരമ ഞാൻ കയറണം? ഞാൻ കയറുകയാണെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ഊരമലേ കയറുള്ളൂ. ഈ പറഞ്ഞവരുടെ ഊരമ കയറാൻ ഇതിനേക്കാളും നല്ലൊരു സാധനം നല്ലതൊന്നും, മനസ്സിലായില്ലേ? അപ്പൊ അതാണ് നെക്സസ്, മനസ്സിലായില്ലേ? നമ്മളിപ്പോഴും പൂർണ്ണ സ്വാതന്ത്ര്യമല്ലേ? പണ്ടും പൂർണ്ണ സ്വാതന്ത്ര്യം. ഒത്തിരി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഇനി എങ്ങനെയാണ് ആ മുഖ്യമന്ത്രിക്കൊപ്പം നിയമസഭയിൽ ഇരിക്കാൻ താങ്കൾക്ക് കഴിയുമോ? ഓലക്കാട്ടിൽ ഉളുപ്പിലായിരിക്കും. എനിക്കെന്താ ഉളുപ്പേട്? ഞാൻ അല്ല, അത് കക്ഷിയൊക്കെ വിടുന്നേ. എനിക്കവിടെ ഇരിക്കാൻ എന്താ കുഴപ്പം? എന്താണ് MLA ഷാദൻ? അല്ല, ഒറ്റ മിനിറ്റ്, ഞാൻ